നമുക്ക് പഠിക്കാനുള്ളത് പി എൻ ജംഗ്ഷനെ കുറിച്ചിട്ടാണ്. നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും എന്താണെന്ന് പഠിച്ചു. അതായത് ഇമ്പ്യൂരിറ്റീസ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റിക്ക് അനുസരിച്ചിട്ടാണ് പി ടൈപ്പും എൻ ടൈപ്പും ഉണ്ടാവുന്നത്. അതിൽ ട്രൈവാലൻ്റ് ആണ് ആഡ് ചെയ്യണമെങ്കിൽ എന്താവുന്നു, അത് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും പെൻഡാവാലൻ്റ് ആണ് ആഡ് ചെയ്യണമെങ്കിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സാണ്. എന്താണ് ഈ പി എൻ ജംഗ്ഷൻ നോക്കാം. പി എൻ ജംഗ്ഷൻ പേരിൽ തന്നെ ഉണ്ട്. പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് പി എൻ ജംഗ്ഷൻ സെമി കണ്ടക്ടർ ആൻഡ് ഹൗ ഇസ് ഇറ്റ് ഫോംഡ്? It is a combination of p-type semiconductor with n-type semiconductor to achieve the practical utility of both. അതാണ് പി ടൈപ്പ് സെമി കണ്ടക്ടറിന് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന് കോമ്പിനേഷനാണ് പി എൻ ജംഗ്ഷൻ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേണ്ട പ്രാക്ടിക്കൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സെമി കണ്ടക്ടേഴ്സ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് വെൻ എ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഈസ് ജോയിൻഡ് ടു എ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. പി ടൈപ്പ് സെമി കണ്ടക്ടറിനോട് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കൂട്ടിച്ചേർക്കുമ്പോഴാണ് പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്. ചിത്രത്തിൽ നോക്കുക, പി ടൈപ്പും എൻ ടൈപ്പും. ലെഫ്റ്റ് സൈഡിലാണ് പി ടൈപ്പ്. അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്, പോസിറ്റീവ് ചാർജാണ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് എൻ ടൈപ്പ് ഉള്ളതെന്ന് പറയുന്നത് അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ഇവ തമ്മിൽ കൂടിച്ചേർന്നിട്ടാണ് പി എൻ ജംഗ്ഷൻ ഉണ്ടാകുന്നത്. ഹോൾസ് ഉള്ളത് പോസിറ്റീവ് ചാർജും, അതായത് പ്ലസ് കാണിച്ചിട്ടുണ്ട്. നെഗറ്റീവ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്, അതാണ് നെഗറ്റീവ് ചാർജ് നടത്തുക, അതായത് ഫ്രീ ഇലക്ട്രോൺസ്. ഇങ്ങനെ രണ്ട് പി ടൈപ്പും എൻ ടൈപ്പും കൂടിച്ചേരുന്നതിനാണ് പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവ കൂടിച്ചേരുമ്പോൾ അവിടെ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. ഫ്രീ ഹോൾസ് പോസിറ്റീവ് ചാർജ് ആൻഡ് ഫ്രീ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്. അങ്ങനെ ഇവ പി ടൈപ്പും എൻ ടൈപ്പ് ചെയ്യുമ്പോൾ അവ അതായത് പി ടൈപ്പും എൻ ടൈപ്പും കൂടിച്ചേരുന്ന ഭാഗത്തുള്ള ഹോൾസും ഇലക്ട്രോൺസും പരസ്പരം എന്ത് ചെയ്യുന്നു, പരസ്പരം എന്ത് ചെയ്യുന്നു, ഇൻ്റർചേഞ്ച് ആവുന്നു. അതായത് ഇപ്പോൾ പി ടൈപ്പിൽ എന്ത് ചെയ്യുന്നു, ഹോൾസ് ഉണ്ട്. അത് എൻ ടൈപ്പ് ചേരുന്ന ആ ഭാഗത്തുള്ള ഹോൾസ് നേരെ എവിടേക്ക് പോകുന്നു, എൻ ടൈപ്പ് റീജിയനിലേക്കും. അതേപോലെ തന്നെ എൻ ടൈപ്പിലുള്ള ഇലക്ട്രോൺസ്, അതായത് പി ടൈപ്പിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തുള്ള എൻ ടൈപ്പിലെ ഇലക്ട്രോൺസ് എവിടേക്ക് പോകുന്നു, പി റീജിയനിലേക്കും എന്ത് ചെയ്യുന്നു, പോകുന്നു. ഇലക്ട്രോൺസ് നിയർ ദി ജംഗ്ഷൻ, അതായത് യെല്ലോ വരെയാണ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. പി ടൈപ്പും എൻ ടൈപ്പും കൂടി ചേരുന്ന ആ ഭാഗത്തെയാണ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ജമ്പ് ഫ്രം എൻ ടു പി. ഹോൾസ് നിയർ ദി ജംഗ്ഷൻ ജമ്പ് ടു ഫ്രം പി ടു എൻ. ഹോൾസ് ഉള്ളത് പിയിലാണ്. അപ്പോൾ ആ ജംഗ്ഷൻ്റെ ഭാഗത്തുള്ള ഹോൾസ് എന്നിലേക്കും, എന്നിൽ എന്താണ് ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ ജംഗ്ഷൻ്റെ ഭാഗത്തുള്ള എന്നിലുള്ള ഇലക്ട്രോൺസ് പിയിലേക്ക് എന്ത് ചെയ്യുന്നു, ജമ്പ് ചെയ്യുന്നു. അതാണ് ആരോ മാർക്ക് കാണിച്ചിട്ടുള്ളത്. ആ ഗ്രീൻ ആരോ മാർക്ക് കാണിച്ചിട്ടുള്ളത് എന്താണ്, ഇലക്ട്രോൺസ് പി റീജിയനിലേക്ക് എന്ത് ചെയ്യുന്നു, പോകുന്നു. അതായത് ആ ജംഗ്ഷനിൽ ഭാഗത്തുള്ള ഇലക്ട്രോൺസ് മാത്രം. ആ വയലറ്റ് ഉള്ളത് കാണിച്ചത് എന്താണ്, പിയിൽ നിന്നും എന്നിലേക്ക്, അതായത് പിയിലുള്ള ഹോൾസ് എന്നിലേക്ക് എന്ത് ചെയ്യുന്നു, ജമ്പ് ചെയ്യുന്നു. ആ ജംഗ്ഷൻ ഭാഗത്തുള്ള ഈ രണ്ട് ഹോൾസും ഇലക്ട്രോൺസും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, ജമ്പ് ചെയ്യുന്നു. ദി ഫിനോമിനൻ ക്രിയേറ്റ്സ് എ സ്പേസ് ചാർജ് റീജിയൻ. അങ്ങനെ ഇത് എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള പരസ്പര മാറ്റം കാരണം അവിടെ എന്ത് ചെയ്യുന്നു, ഒരു റീജിയൻ ഫോം ചെയ്യുന്നു. എ സ്പേസ് ചാർജ് റീജിയൻ എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു. അതാണ് കാണിച്ചുള്ളത്. അപ്പോൾ എന്താ, പി ടൈപ്പിൽ എന്തുണ്ട്, ആ പി ടൈപ്പിൽ ഹോൾസാണുള്ളത്, പോസിറ്റീവ് ചാർജ്. അതോടൊപ്പം തന്നെ എൻ ടൈപ്പിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് ജമ്പ് ചെയ്തിട്ടുണ്ടോ. അതാണ് ആ യെല്ലോയ്ക്കും ഗ്രീനും ഇടയിലുള്ള കാണിച്ചുള്ളത്. അതേപോലെ തന്നെ എൻ ടൈപ്പിൽ എന്താണ്, ഫ്രീ ഇലക്ട്രോൺസ് ആണ്. അതുപോലെ തന്നെ പി ടൈപ്പിലുള്ള ഹോൾസ് പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്, എൻ ടൈപ്പിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ജമ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് യെല്ലോയ്ക്കും വയലറ്റിനും ഇടയിൽ കാണിച്ചിട്ടുള്ളത് പോസിറ്റീവ് ചാർജ്. ഇങ്ങനെ ആ ഇടയിലുള്ള ആ ഗ്രീനിനും വയലറ്റിനും ഇടയിലുള്ള റീജിയനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഇപ്പോൾ പുതിയതായിട്ട് ഫോം ചെയ്തിട്ടുള്ളത്, ഒരു ചാർജ് റീജിയൻ എന്ത് ചെയ്തു, ഫോം ചെയ്തിട്ടുള്ളത്. ദിസ് ഫിനോമിനൻ ക്രിയേറ്റ്സ് എ സ്പേസ് ചാർജ് റീജിയൻ. എവിടെ സ്പേസ് ചാർജ് റീജിയൻ ചെയ്യുന്നു, ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. അതാണ് അവിടെ ഗ്രീനും വയലറ്റിനും ഇടയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് എന്തുണ്ടാകുന്നത്, ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്.
പി ടൈപ്പും എൻ ടൈപ്പും എന്ത് ചെയ്യുന്നു കൂടി കോമ്പിനേഷൻ ചെയ്ത് വയ്ക്കുമ്പോൾ പി ടൈപ്പിലുള്ള പോസിറ്റീവ് ചാർജുള്ള ഹോൾസ് ആ ജംഗ്ഷൻ ഭാഗത്തുള്ള ഹോൾസ് എൻ ടൈപ്പിലേക്കും അതേപോലെ തന്നെ എൻ ടൈപ്പിൽ ഉള്ള ഫ്രീ ഇലക്ട്രോൺസ് ജംഗ്ഷൻ്റെ ഭാഗത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് പി റീജിയനിലേക്ക് എന്ത് ചെയ്യുന്നു പരസ്പരം ജമ്പ് ചെയ്യുന്നു. ഇങ്ങനെ ജമ്പ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു റീജിയൻ എന്ത് ചെയ്യുന്നു ഫോം ചെയ്യുന്നു. ഇതാണ് പി എൻ ജംഗ്ഷൻ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫോർവേഡ് ബയാസ്. ഇനി ഈ റീജിയനിലേക്ക് ഈ സെമി കണ്ടക്ടറിലേക്ക് നിന്നു നമ്മൾ ഒരു സപ്ലൈ കൊടുക്കുന്നു. ഒരു ബാറ്ററി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു സപ്ലൈ കൊടുക്കുന്നു. അതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ എവിടേക്ക് കണക്ട് ചെയ്തു പി ടൈപ്പിലേക്കും നെഗറ്റീവ് ടെർമിനൽ എവിടേക്ക് കണക്ട് ചെയ്തു എൻ ടൈപ്പിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി ടു പി റീജിയൻ, നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി ടു എൻ റീജിയൻ. ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത് നോക്കാം. ഇനി നോക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് നേരെ പി ടൈപ്പിലേക്കാണ് എന്ത് ചെയ്യുന്നത് കണക്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നെഗറ്റീവ് നേരെ എന്ത് ചെയ്യുന്നു എൻ ടൈപ്പിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരേ ചാർജുകൾ വരുമ്പോൾ എന്ത് ചെയ്യുന്നു അവിടെ റിപ്പൽ ആക്ഷൻ വരും, അതായത് വികർഷണ സ്വഭാവം കാണിക്കും. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ടെർമിനൽ നേരെ എവിടേക്കാണ് പി ടൈപ്പിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അവിടെ എന്താണ് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു ആ പോസിറ്റീവ് ചാർജ് ആ ഏരോ മാർക്ക് കാണിച്ചു തന്ന റീജിയനിലേക്ക് എന്ത് ചെയ്യുന്നു തള്ളുന്നു. അതായത് ആരോ മാർക്ക് എഴുതിയ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നു അങ്ങോട്ടേക്ക് ഒരു ഫോഴ്സിൽ എന്ത് ചെയ്യുന്നു മൂവ് ചെയ്യുന്നു. അതേപോലെ തന്നെ എൻ ടൈപ്പിലും നമ്മൾ നെഗറ്റീവ് ചാർജാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ ടൈപ്പിൽ എന്താണ് സെയിം ചാർജാണ് വരുന്നത്. അതായത് എൻ ടൈപ്പിൽ ഓൾറെഡി നെഗറ്റീവ് ചാർജാണ്, നമ്മൾ നെഗറ്റീവ് തന്നെ കൊടുക്കുന്നത്. അവിടെ എന്ത് ആക്ഷൻ വരുന്നു റിപ്പൽ ആക്ഷൻ വരുന്നു. അതുപോലെ തന്നെ ആരോ ചെയ്ത് എൻ ടൈപ്പിൽ ആരോ കാണിച്ചിട്ടുള്ള റീജിയനിലേക്ക് എന്ത് ചെയ്യുന്നു ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു മൂവ് ചെയ്യുന്നു. പോസിറ്റീവ് ടെർമിനൽ റിപ്പൽസ് ദി ഹോൾസ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ റിപ്പൽസ് ദി ഇലക്ട്രോൺസ് ടുവാർഡ്സ് ദി ജംഗ്ഷൻ. ആ ജംഗ്ഷൻ ഏരിയയിലേക്ക് ഈ എന്ത് ചെയ്യുന്നു പി ടൈപ്പിലുള്ള പോസിറ്റീവ് ഹോൾസ് എന്ത് ചെയ്യുന്നു മൂവ് ചെയ്യുന്നു. അതേപോലെ തന്നെ എൻ ടൈപ്പിലുള്ള നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു പി ജംഗ്ഷനിലേക്ക് എന്ത് ചെയ്യുന്നു മൂവ് ചെയ്യുന്നു. ഇങ്ങനെ മൂവ് ചെയ്യേണ്ട ഫലമായിട്ട് ആ ഡിപ്ലീഷൻ ഏരിയ എന്ത് ചെയ്യുന്നു ആ സ്പേസ് റീജിയൻ ഉണ്ടായ ആ ഏരിയ എന്ത് ചെയ്യുന്നു ഇതൊന്ന് ചെറുതാവുന്നു. ഈ രണ്ട് സൈഡിൽ നിന്നുള്ള ഫോഴ്സ് കാരണം എന്ത് ചെയ്യുന്നു അതിൻ്റെ ഏരിയ എന്ത് ചെയ്യുന്നു ചെറുതാവുന്നു, അതായത് അത് ചുരുങ്ങുന്നു എന്നർത്ഥം. ഡ്യൂ ടു ദിസ് റിപ്പൾഷൻ ദി ഡിപ്ലീഷൻ റീജിയൻ ഓർ സ്പേസ് റീജിയൻ നാരോസ് ഡൗൺ. ആ റീജിയനെ പറയുന്ന മറ്റു പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. എന്ത് ചെയ്യുന്നു നാരോ ആയിട്ട് മാറുന്നു, അതായത് അതിൻ്റെ വീതി എന്ത് ചെയ്യുന്നു കുറഞ്ഞു വരുന്നു. ഇതാണ് ഫോർവേഡ് ബയാസിൽ എന്ത് ചെയ്യുന്നത് സംഭവിക്കുന്നത്. If the voltage in the forward bias is above a specified range, the electrons in the N region drift through the junction and migrate to the P region, and the holes in the P region drift through the junction and migrate to the N region. നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുന്നു നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ഒരു സ്പെസിഫൈഡ് റേഞ്ചിൽ എത്തുമ്പോൾ ഇവ തമ്മിൽ എന്ത് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു ജമ്പ് ചെയ്യുന്നു. ഈ പോസിറ്റീവ് ചാർജുകൾ എന്ത് ചെയ്യുന്നു എൻ ടൈപ്പിലേക്ക് പോകുന്നു. അത് എൻ ടൈപ്പിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു പോസിറ്റീവ് പി ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നു ജമ്പ് ചെയ്യുന്നു. ഇതിനടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് റിവേഴ്സ് ബയാസ്. റിവേഴ്സ് ബയാസ് ആകുമ്പോൾ നേരത്തെ കൊടുത്തതിന് എന്ത് ചെയ്യുന്നു ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുന്നു. നമ്മൾ നേരത്തെ പോസിറ്റീവ് ടൈമിൽ പി ടൈപ്പിക്കാൻ കൊടുത്തത്, നെഗറ്റീവ് ടൈമിൽ എൻ ടൈപ്പിക്കാൻ കൊടുത്തത്. ഇവിടെ എന്ത് ചെയ്യുന്നു നെഗറ്റീവ് ടൈമിലാണ് എവിടേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് പി ടൈപ്പിലേക്കും, അതേപോലെ തന്നെ പോസിറ്റീവ് ടൈമിൽ എവിടേക്ക് കണക്ട് ചെയ്യുന്നു എൻ ടൈപ്പിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് ചാർജ് വരുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നത് അട്രാക്ഷനാണ് സംഭവിക്കുക. അപ്പം നമ്മൾ ഇവിടെ നിന്ന് പി ടൈപ്പിൽ എന്താണ് പോസിറ്റീവ് ചാർജാണ്, അവിടേക്കാണ് എന്ത് കണക്ട് ചെയ്തത് നെഗറ്റീവ് ടൈമിൽ ബാറ്ററിയുടെ നെഗറ്റീവ് ടൈമിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബാറ്ററിയുടെ പോസിറ്റീവ് ടൈമിൽ എൻ ടൈപ്പിലേക്കാണ് കണക്ട് ചെയ്തത്. എൻ ടൈപ്പിൽ എന്താണ് നെഗറ്റീവ് ചാർജാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു ഈ ഇലക്ട്രോൺസ് ഗെറ്റ് അട്രാക്ട് ടു ദി പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി. ഇനി നെഗറ്റീവ് ചാർജൊക്കെ എവിടേക്ക് ചെയ്യുന്നു പോസിറ്റീവ് ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു അട്രാക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ പി ടൈപ്പിലുള്ള പോസിറ്റീവ് ഹോൾസ് എവിടേക്ക് അട്രാക്ട് ചെയ്യുന്നു നെഗറ്റീവ് ടേമിലേക്ക് എന്ത് ചെയ്യുന്നു അട്രാക്ട് ചെയ്യുന്നു. ആ ആരോ മാർക്ക് ശ്രദ്ധിക്കുക. അത് പോസിറ്റീവ് ചാർജ് ഹോൾസൊക്കെ ബാറ്ററിയുടെ നെഗറ്റീവ് ടേമിലേക്ക് എന്ത് ചെയ്യുന്നു അട്രാക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ എൻ ടൈപ്പിലുള്ള നെഗറ്റീവ് ഇലക്ട്രോൺസ് ബാറ്ററിയുടെ പോസിറ്റീവ് ടേമിലേക്ക് എന്ത് ചെയ്യുന്നു അട്രാക്ട് ചെയ്യുന്നു. അതായത് എന്താണ് ആ ജംഗ്ഷൻ്റെ ഭാഗത്തു നിന്നെല്ലാം ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു മൂവ് ചെയ്യുകയാണ് ചെയ്യണത്. ഇതിങ്ങനെ ആ ജംഗ്ഷൻ്റെ ഭാഗത്ത് നിന്ന് ഇലക്ട്രോൺസ് രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യേണ്ട ഫലമായിട്ട് ആ ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഇത് വർദ്ധിക്കുന്നു. ദിസ് റിസൾട്ട് ഇൻ ദി ഇൻക്രീസ് ഓഫ് ദി ഡിപ്ലീഷൻ ലെയർ. ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യുന്നു വർദ്ധിക്കുന്നു. വെക്കുക ഇപ്പോൾ
ഇവിടെ ഡിപ്ലീഷൻ ലെയർ ചെറിയ ഏരിയ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇലക്ട്രോൺസും ഹോൾസും രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യുന്നു, വലുതായി. അതാണ് കാണിച്ചുള്ളത്. ഡിപ്ലീഷൻ ലെയറിൻ്റെ ഇങ്ങനെ സൈസിൽ ഇൻക്രീസ് ചെയ്ത കാരണം now the PN junction act as an insulator and will not allow any current to flow in the circuit. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് ഈ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു, പോസിറ്റീവ് ഭാഗത്തേക്കും അതുപോലെ തന്നെ ഹോൾസ്, പോസിറ്റീവ് ചാർജുള്ള ഹോൾസ് നെഗറ്റീവ് ഭാഗത്തേക്കും മൂവ് ചെയ്യേണ്ട ഫലമായിട്ട് ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യുന്നു, വലുതാവുന്നു. അതിൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്യില്ല, കറണ്ട് കണ്ടക്ട് ചെയ്യില്ല. എന്ത് ചെയ്യുന്നു, ഇതൊരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. If the battery voltage is above a particular limit, reverse bias breakdown voltage, അങ്ങനെ ചെയ്യുന്നു, നമ്മൾ വോൾട്ടേജ് ഒരു പർട്ടിക്കുലർ ലിമിറ്റിലെത്തുമ്പോൾ ആ വോൾട്ടേജിനെ പറയുന്ന പേരാണ് റിവേഴ്സ് ബയാസ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ആ ഒരു വോൾട്ടേജിൽ എത്തുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് ആൻഡ് the holes break down through the PN junction and cross resulting in the current to flow through the circuit. അവിടെ എന്ത് ചെയ്യുന്നു, ആ ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുകയും അതുവഴി എന്ത് ചെയ്യുന്നു, കറൻറ്റ് കണ്ടക്ഷൻ നടക്കുകയും ചെയ്യുന്നു. ഇതാണ് റിവേഴ്സ് ബയാസ്.